എന്തൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്ന് അതിജീവിതമാരും നൽകിയിരിക്കുന്ന പരാതിയിലെ പ്രധാനപ്പെട്ട ചാർജുകൾ? SIT ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന 3 കേസുകൾ, 3 അതിജീവിതമാർ, നിസ്സഹായരായ 3 പെൺകുട്ടികൾ നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതിയിലെ വകുപ്പുകളും പ്രധാനപ്പെട്ട ചാർജുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി നമുക്കിന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് ഈ 3 അതിജീവിതമാരുടെ പരാതികളും സാമ്യതയിലിരിക്കുന്നത്, വ്യത്യസ്തമായിരിക്കുന്നത്? നമുക്കിന്ന് നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ SITക്ക് രേഖാമൂലം പരാതി നൽകിയിരിക്കുന്നത് 3 പേർ. നമുക്കറിയാവുന്ന വിവരമനുസരിച്ച് ഇതിലധികം അതിജീവിതമാർ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവര് ചിലർ ഭയന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിജീവിത 1, അതിജീവിത 2, അതിജീവിത 3. എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. വിവാഹ വാഗ്ദാനം അതിജീവിത 1, അതിജീവിത 1നും രണ്ടാമത്തെയും മൂന്നാമത്തെയും അതിജീവിതയ്ക്കും വിവാഹ വാഗ്ദാനം നൽകുന്നു. ഓർമ്മിക്കണം, ആദ്യം പരാതി നൽകിയ 1ാമത്തെ അതിജീവിത വിവാഹബന്ധം വേർപെടുത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്, അതിനുള്ള പരാതി നൽകിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന സമയത്താണ് തൻ്റെ കുടുംബത്തിലെ ഒരു ആഭ്യന്തര പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇതിൽ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം, അതിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെടുന്നു. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഭർത്താവിനെ ഒഴിവാക്കി ഡിവോഴ്സ് കഴിഞ്ഞെത്തുമ്പോൾ വിവാഹം കഴിക്കാം എന്ന് വാഗ്ദാനം നൽകി 1ാമത്തെ അതിജീവിതയെ പീഡിപ്പിക്കുന്നത്. 2ാമത്തെ അതിജീവിതയോടും വിവാഹം കഴിക്കാമെന്ന ഉറപ്പിന്മേലാണ് ഫെന്നി നൈനാനിന്റെ സഹായത്തോടു കൂടി അതിജീവിതയെ ഒരു ഹോം സ്റ്റേയിൽ എത്തിച്ച് പീഡിപ്പിക്കുന്നതും. തിരുവല്ല സ്വദേശിയായ വിദേശത്ത് ജീവിക്കുന്ന 3ാമത്തെ അതിജീവിത, ആ 3ാമത്തെ അതിജീവിതയെയും വിവാഹ വാഗ്ദാനം നൽകിയാണ് ആദ്യം പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ ബലാത്സംഗം കൂടിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1ാമത്തെ അതിജീവിതയോട് ആദ്യത്തെ തവണ റേപ്പ് ചെയ്തു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പിന്നീട് തുടർച്ചയായിട്ട് അവർ ഭീഷണിപ്പെടുത്തി റേപ്പ് ചെയ്തു. സഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം വന്ന് ഗർഭിണിയായിരുന്നതിന് ശേഷവും റേപ്പ് ചെയ്തു എന്നുള്ളതാണ്. ബലാത്സംഗ കുറ്റം അതിജീവിത 1, അതിജീവിത 2, അതിജീവിത 3 പേരുടെ കാര്യത്തിലും ബലാത്സംഗ കുറ്റം നിലനിൽക്കും. കുഞ്ഞു വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബലാത്സംഗം നടത്തിയത്, പീഡനം നടത്തിയത് എന്നാണ് 1ാമത്തെ അതിജീവിതയും 2ാമത്തെ അതിജീവിതയും 3ാമത്തെ അതിജീവിതയും പറഞ്ഞത്. അതാണ് രാഹുലിന്റെ ഒരു ബലാത്സംഗത്തിന്റെ രീതിയായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. 1ാമത്തെ അതിജീവിതയും 2ാമത്തെ അതിജീവിതയും 3ാമത്തെ അതിജീവിതയും അത് തന്നെ പറയുന്നു. 1ാമത്തെ അതിജീവിതയെ ബലാത്സംഗം ചെയ്തതിനു ശേഷം തുടർച്ചയായി ഒഴിവാക്കുന്ന ഘട്ടത്തിൽ ഭീഷണിപ്പെടുത്തുന്നു. ഗർഭിണിയായതിനു ശേഷവും ബലാത്സംഗം ചെയ്യാൻ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ തന്നെ നഗ്നചിത്രങ്ങൾ എടുത്ത് 1ാമത്തെ അതിജീവിതയും 2ാമത്തെ അതിജീവിതയും 3ാമത്തെ അതിജീവിതയും ഭീഷണിപ്പെടുത്തി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനുശേഷം പീഡനത്തിനു ശേഷം 1ാമത്തെ അതിജീവിത ഗർഭിണിയാകുമ്പോൾ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്നുള്ളത് 1ാമത്തെ അതിജീവിതയുടെ പരാതിയിലുണ്ട്. എന്നാൽ 2ാമത്തെ അതിജീവിത ഭാഗ്യം കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. 3ാമത്തെ അതിജീവിത നൽകിയ പരാതിയിലും ഗർഭഛിദ്രത്തിന് വേണ്ടി നിർബന്ധിച്ചു എന്നാണ്. മാത്രവുമല്ല, ഗർഭിണിയാകുന്ന സമയത്ത് ഫോൺ ബ്ലോക്ക് ചെയ്തതിന് ശേഷം ആ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം രാഹുൽ ഏറ്റെടുക്കാതെ മറ്റു പലരിലും ആരോപിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഒടുവിൽ ഗർഭഛിദ്രം നിർബന്ധിച്ച് ചെയ്യുന്ന ഘട്ടത്തിൽ DNA പരിശോധനയ്ക്ക് തയ്യാറാകാതിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്വാഭാവികമായും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി DNA പരിശോധനയ്ക്കായി ഭ്രൂണം സൂക്ഷിച്ചു. സൈബർ ആക്രമണം നടത്തി. 1ാമത്തെ അതിജീവിതയ്ക്കെതിരെ സൈബർ ആക്രമണം നടത്തി. വെട്ടുകിളിക്കൂട്ടം പോലെയാണ് 1ാമത്തെ അതിജീവിതയ്ക്കെതിരെ സൈബർ ആക്രമണം നടത്തിയത്. അതിൽ സന്ദീപ് വാര്യർ അടക്കമുള്ള നേതാക്കൾ പോലും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു വരുന്ന രീതിയിലുള്ള ചില ഇടപെടലുകൾ നടത്തി എന്നുള്ളതാണ് ഇതിൽ ഞെട്ടിക്കുന്ന വിവരം. 1ാമത്തെ അതിജീവിതയുടെ നേരെയുള്ള സൈബർ ആക്രമണം നമ്മൾ കണ്ടതാണ്. ആ സൈബർ ആക്രമണത്തെ തുടർന്ന് അവർ പരാതി നൽകിയതാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തതും നമ്മൾ കണ്ടതാണ്. 2ാമത്തെ അതിജീവിതയെയും സൈബർ ആക്രമണത്തിന് ഈ സൈബർ വെട്ടുകിളിക്കൂട്ടം ഇരയാക്കി. അതും പരാതിയായിട്ട് വന്നത് നമ്മൾ കണ്ടു. ഭാഗ്യം കൊണ്ട് ഈ പരാതി SITക്ക് ലഭിച്ചത് SIT രഹസ്യമായി സൂക്ഷിച്ചതുകൊണ്ട് 3ാമത്തെ അതിജീവിത ആരാണ്, അവരെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഈ സൈബർ വെട്ടുകിളിക്കൂട്ടത്തിന് കിട്ടുന്നതിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്തു. സാമ്പത്തിക ചൂഷണം നടത്തി. 1ാമത്തെ അതിജീവിതയെ സാമ്പത്തിക ചൂഷണം നടത്തിയതൊരു പരാതി അതിൽ നമ്മൾ കാണുന്നില്ല. 2ാമത്തെ അതിജീവിതയുടെ കാര്യത്തിലും സാമ്പത്തിക ചൂഷണം എന്നൊരു പരാതി കാണുന്നില്ല. എന്നാൽ 3ാമത്തെ അതിജീവിതയുടെ കാര്യത്തിൽ സാമ്പത്തിക ചൂഷണം നടത്തി. ഫ്ളാറ്റിനു വേണ്ടി പല സമയങ്ങളിലായിട്ട് തുക വാങ്ങി. നമുക്ക് ഒരുമിച്ച് താമസിക്കാൻ ഒരു ഫ്ളാറ്റ് പാലക്കാട് വാങ്ങണമെന്നും ആ ഫ്ളാറ്റ് വാങ്ങാൻ വേണ്ടി തനിക്ക് പണം നൽകണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു. പല സമയങ്ങളിലായിട്ട് പണം രാഹുൽ മാങ്കൂട്ടത്തിന് കൈമാറി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വാച്ച്, വളരെ വില കൂടിയ വാച്ച്, വിദേശത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളും വിദേശത്തു നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അതിജീവിതയോട് ആവശ്യപ്പെട്ടു. പാവം അതിജീവിത അതുപോലും അയച്ചു കൊടുത്തു. കാലിലിടുന്ന ചെരുപ്പ് പോലും, വില കൂടിയ ചെരുപ്പ് പോലും
പോലും അതിജീവിതയോട് ആവശ്യപ്പെട്ടു വാങ്ങി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ ഫ്ളാറ്റിനു വേണ്ടി, കയ്യിൽ കിട്ടുന്ന വാച്ചിനു വേണ്ടി, ചെരുപ്പിന് വേണ്ടി, സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് വേണ്ടി മൂന്നാമത്തെ അതിജീവിത സാമ്പത്തികമായി ചൂഷണം ചെയ്തു. എന്നാൽ ഇങ്ങനൊരു പരാതി രണ്ടാമത്തെ അതിജീവിതയോ ഒന്നാമത്തെ അതിജീവിതയോ നൽകിയിട്ടില്ല. ബ്ലാക്ക് മെയിലിംഗ് ആണ് മറ്റു 3 അതിജീവിതകളിലുമുള്ള പരാതി. നഗ്നചിത്രമെടുത്ത് ഭീഷണിപ്പെടുത്തുമെന്നും കുടുംബം തകർക്കുമെന്നുമാണ് പറഞ്ഞത് ഒന്നാമത്തെ അതിജീവിതയോട്. രണ്ടാമത്തെ അതിജീവിതയോടും അത് തന്നെ പറഞ്ഞു. സഹോദരിയുടെ വിവാഹം മുടക്കുന്നതടക്കമുള്ള ഭീഷണിയും ബ്ലാക്ക് മെയിലിംഗും ഉണ്ടായിരുന്നു. മൂന്നാമത്തെ അതിജീവിതയോട് പിതാവിനെ കൊലപ്പെടുത്തുമെന്നും സഹോദരിയുടെ വിവാഹം മുടക്കുമെന്നും ഈ നഗ്നചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രദർശിപ്പിക്കുമെന്നുമാണ് പറഞ്ഞത്. ചുരുക്കത്തിൽ വിവാഹ വാഗ്ദാനം 1, 2, 3 അതിജീവിതയുടെ പരാതിയിലുണ്ട്. ബലാത്സംഗം 1, 2, 3 അതിജീവിതയുടെ പരാതിയിലുണ്ട്. കുഞ്ഞു വേണമെന്ന് നിർബന്ധിച്ചുകൊണ്ടുള്ള പീഡനം 1, 2, 3 അതിജീവിതയുടെ പരാതിയിലുണ്ട്. ഭീഷണിപ്പെടുത്തൽ 1, 2, 3 അതിജീവിതയുടെ പരാതിയിലുണ്ട്. ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കൽ 1ാമത്തെയും 3ാമത്തെയും അതിജീവിതയുടെ പരാതിയിലുണ്ട്. സൈബർ ആക്രമണം 1ഉം 2ഉം അതിജീവിതകളുടെ പരാതിയിലുണ്ട്. സാമ്പത്തിക ചൂഷണം നിലവിൽ 3ാമത്തെ അതിജീവിതയുടെ പരാതിയിലാണ്. ബ്ലാക്ക് മെയിലിംഗ് 1ഉം 2ഉം 3ഉം അതിജീവിതമാരുടെ പരാതികളിലുമുണ്ട്. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന SIT പരിശോധിക്കുന്ന 3 അതിജീവിതമാരുടെയും പീഡന പരാതികളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളും പ്രധാനപ്പെട്ട ചാർജുകളും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പുറത്തു വരാൻ ഉടൻ ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ പറയുന്നത്. കാരണം 3ാമത്തെ അതിജീവിതയുടെ പരാതിയിൽ എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. താമസിയാതെ വിദേശത്തുള്ള ഈ വനിത നേരെ എത്തി തെളിവുകൾ കൊടുക്കും. വീഡിയോ കോൺഫറൻസിംഗിലൂടെ മൊഴി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു SITക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.